മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി സരിതയുടെ വിവാദ കത്ത് പുറത്ത്. ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി ലൈംഗികമായി പീഡിപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. പല കേന്ദ്രമന്ത്രിമാർക്കും കാഴ്ചവെക്കാൻ രമേശ് ചെന്നിത്തലയുടെ PA ശ്രമിച്ചുവെന്നും കത്തിൽ സരിത. 2013 ജൂലൈ 19 തടവിൽ കഴിയവേ സരിത എഴുതിയ കത്താണ് പുറത്തുവന്നത്. ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് സരിത കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി ഒരു സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച് പീഡിപ്പിച്ചതായും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മറ്റു മന്ത്രിമാർക്ക് വഴങ്ങാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ PA നിർബന്ധിച്ചതായും സരിത കത്തിൽ എഴുതിയിട്ടുണ്ട്. പിതാവിന് തുല്യമായി കണ്ട വ്യക്തിയിൽ നിന്നുണ്ടായ പെരുമാറ്റം തന്നെ ഞെട്ടിച്ചുവെന്നും സരിത വ്യക്തമാക്കുന്നു. ഞാനും പബ്ലിക്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കങ്ങനെ ഒരു മോശമായ അനുഭവം വന്നു. അത് ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആളിൽ നിന്നായതുകൊണ്ട്. കാര്യം ഞാൻ എല്ലാവരെയും പോലെ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനൊരു കാര്യം അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനൊരു വിഷയം ഒരു സ്ത്രീക്ക് വരും എന്നുള്ളൊരു ചിന്തയിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയല്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അതും അങ്ങനെ പോലും എന്നെ യൂസ് ചെയ്തിട്ട് പിന്നെ തള്ളിപ്പറയുന്ന പല ആവർത്തി തള്ളിപ്പറയുന്ന ഇപ്പോഴും പല രീതിയിൽ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ട് പോലും ഞാൻ ഈ കാര്യം ആരോടും പറയുകയോ പല അവസരങ്ങളിലും ബിജു രാധാകൃഷ്ണൻ പല രീതിയിൽ വെളിപ്പെടുത്തിയിട്ട് പോലും ഞാൻ അതിനെ ഡിസോൺ ചെയ്ത് സംസാരിക്കുകയല്ലാതെ ഈ പറഞ്ഞ ബിജു രാധാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുകയോ ഈ CM-നെതിരെയുള്ള അലിഗേഷൻ ശരിയാണെന്ന് പറയുകയോ ഞാൻ ചെയ്തിട്ടില്ല. എല്ലാ ഭാഗത്തും ഞാൻ CM-നെ പ്രൊട്ടക്ട് ചെയ്ത് മാത്രമാണ് ആ കാര്യത്തിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. കത്ത് താൻ തന്നെ എഴുതിയതാണെന്നും ഉള്ളടക്കം ശരിയാണെന്നും സരിത മാധ്യമങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു. ഈ ലെറ്റർ പുറത്തു വന്ന സാഹചര്യത്തിൽ എനിക്കത് ഡിസോൺ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എഴുതിയ എഴുത്താണ്. എൻ്റെ ജീവിത അനുഭവങ്ങളാണ് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ വാസ്തവമായിട്ട് ഞാൻ അനുഭവിച്ചു പോന്നിട്ടുള്ള വിഷയങ്ങളാണ്. ഒരു പക്ഷേ സോളാർ കേസ് തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ ആ ലെറ്റർ 20-ാം തീയതി ഒരുപക്ഷെ ACJM കോടതിയിൽ അത് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ കേസിൻ്റെ ഗതി തന്നെ മാറിപ്പോകുമായിരുന്നു. കുറച്ചുകൂടെ ഒരു നീതിപൂർവമായ ഒരു അന്വേഷണം ഇതിനകത്ത് ഉണ്ടാകുമായിരുന്നു. അപമാനം ഭയന്നാണ് സോളാർ കമ്മീഷനിൽ ഇക്കാര്യങ്ങൾ പറയാതിരുന്നതെന്നും സരിത വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഭൂമി ഇടപാടിൽ ഇടനില നിന്നിട്ടുണ്ടെന്നും സരിത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതേസമയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നതടക്കമുള്ള കത്തിലെ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നതിന് ദൃശ്യങ്ങളടക്കം 70% തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് സരിത പീപ്പിൾ TVയോട് വ്യക്തമാക്കി. മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസി വന്നാൽ എല്ലാ തെളിവുകളും കൈമാറുമെന്നും സരിത പറഞ്ഞു. അതേസമയം കത്തിലെ കാര്യങ്ങളിൽ ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞ സരിത കത്തിലെ പരാമർശങ്ങൾ സത്യമല്ലെന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നതടക്കമുള്ള കത്തിലെ ഓരോ കാര്യങ്ങളും സത്യമാണെന്ന് പറഞ്ഞ സരിത ഇപ്പോൾ പുറത്തുവന്ന കത്ത് തന്റെ ജീവിതമാണെന്നും വ്യക്തമാക്കി. അവിടെ പുതുപ്പള്ളിക്കാർ വന്നപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടാണ് മാഡം പുറത്ത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന മാറ്റർ, ഞാൻ സംസാരിക്കാൻ എൻ്റെ അടുത്ത് CM എന്നെ വിളിച്ചു വരുത്തിയ മാറ്റർ അതീവ രഹസ്യമുള്ളതാണെന്ന് പറഞ്ഞാണ് ആ റൂമിലിരുന്നത്. കോൺഫറൻസ് ഹോളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മീറ്റ് ചെയ്യുന്ന കോൺഫറൻസ് ഹോളിൽ ഇരുന്നല്ല സംസാരിച്ചത്. അതിനോട് ചേർന്നുള്ള ഇടതുവശത്തെ റൂമിലിരുന്നാണ് സംസാരിച്ചത്. കത്തിലെ കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നതിനായി 70% തെളിവുകൾ തന്റെ പക്കലുണ്ട്. അതിൽ വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടുന്നുവെന്നും സരിത പീപ്പിളിനോട് പറഞ്ഞു. 70% ഈ ലെറ്ററിനകത്തുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റിയ എവിഡൻസസ് എൻ്റെ കയ്യിലുണ്ട്. 30% എൻ്റെ ഇല്ല. അത് വേണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടതാണ്. തെളിവുകൾ സഹായിക്കാൻ കൊടുക്കാൻ 70%-ഓളം എൻ്റെ 70% വീഡിയോ ക്ലിപ്പിംഗ്സ് ഉൾപ്പെടെയുള്ളത്. താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലെങ്കിൽ മുഖ്യമന്ത്രി തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ സരിത കത്തിലെ വസ്തുതകൾ ഗൂഢാലോചനയാണെന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. ഞാൻ അന്ന് എഴുതിയ കാര്യങ്ങൾ വാസ്തവമാണ്. അത് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അന്വേഷിക്കാം. അതിന് സഹകരിക്കാൻ തയ്യാറാണ്. കത്തിനകത്ത് ഉള്ള ആരോപണങ്ങൾ അപ്പോൾ പുള്ളി അല്ലാന്ന് തെളിയിക്കേണ്ടി വരും. അതിന് പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ. തന്റെ പക്കലുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവരാതിരിക്കട്ടെ എന്നും ക്ഷമയ്ക്ക് അതിരുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയാണ് സരിത പ്രതികരണം അവസാനിപ്പിച്ചത്. എൻ്റെ ലെറ്റർ ആയതുകൊണ്ട് ഞാൻ ഓൺ ചെയ്തു. അതുപോലെ പല എവിഡൻസസ് ഉണ്ട്. ചിലപ്പം വീഡിയോസ് വരാനുണ്ടായിരിക്കും, ചിലപ്പം വേറെ പലരുടെയും വോയിസ് റെക്കോർഡേഴ്സ് വരാനുണ്ടായിരിക്കും. ആയിട്ട് പുറത്ത് വിടാതെ ഇരിക്കട്ടെ എന്നുള്ളൊരു സാഹചര്യം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഏതൊരു മനുഷ്യനും ഒരു ക്ഷമയുടെ ഒരു എന്താ പറയുക, ഒരു നെല്ലിപ്പലകയുണ്ട്. ആ ക്ഷമയുടെ നെല്ലിപ്പലക താണ്ടി പോകുമ്പോൾ പിന്നെ നമ്മൾ അടങ്ങി നിൽക്കില്ല. അത് ഞാൻ 100% ഉറപ്പാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
സോളാർ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സരിത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചതി മൂലമാണ് സോളാർ പദ്ധതി നടപ്പിലാകാതെ പോയതെന്ന് സരിത ഹർജിയിൽ ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിനെ തുടർന്നാണ് മലയിലിൽ ശ്രീധരൻ നായർ ഉൾപ്പെടെയുള്ളവർ പദ്ധതിക്കായി പണം മുടക്കിയത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം വേണം എന്നായിരുന്നു സരിതയുടെ ഹർജിയിലെ ആവശ്യം. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് 18 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. മാവോയിസ്റ്റുകൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിനാൽ കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുക. ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, വിശദാംശങ്ങൾ. പുരളിയ ജില്ലയിലെ പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും. 18 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മാവോയിസ്റ്റുകൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിനാൽ കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുക. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് 18 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മാവോയിസ്റ്റുകൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിനാൽ കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഞങ്ങളുടെ പ്രതിനിധി എം സന്തോഷ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, 540ഓളം സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. നിലവിലെ വിവരങ്ങൾ. പശ്ചിമബംഗാളിലും അസമിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇന്ന്. അസമിലെ 65 മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിലെ 18 മണ്ഡലങ്ങളിലും ആണ് ഇന്ന് ജനം വിധി എഴുതുന്നത്. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിസാം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചന്ദ്രബോസ് വധക്കേസിലെ സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് മുഹമ്മദ് നിസാം മുന്നോട്ട് വയ്ക്കുന്നത്. ജസ്റ്റിസ് KT ശങ്കരൻ, ജസ്റ്റിസ് KP ജ്യോതീന്ദ്രനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക. ഈ ആവശ്യം ഉന്നയിച്ച മാർച്ച് 22-ന് മുഹമ്മദ് നിസാം നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു. കൺസ്യൂമർ ഫെഡ് അഴിമതി കേസിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരായ ത്വരിതാന്വേഷണ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. വിദേശ മദ്യം വാങ്ങിയതിന് 5 കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റിയത് ഉൾപ്പെടെയുള്ള പരാതികളിലാണ് അന്വേഷണം നടക്കുന്നത്. അഴിമതികളിൽ മന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 8 പേർക്ക് പങ്കുണ്ട് എന്ന് കാണിച്ച് മലയാളവേദി പ്രസിഡന്റ് ജോർജ് വട്ടുകുളം, പൊതുപ്രവർത്തകൻ PD ജോസഫ് എന്നിവർ നൽകിയ പരാതിയിലാണ് ഫെബ്രുവരി 18-ന് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എറണാകുളം ജില്ലയിൽ വൈപ്പിൻ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മണ്ഡലം കമ്മിറ്റികൾ. സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് നിശ്ചയിച്ച KR സുഭാഷിനെതിരെയാണ് പ്രവർത്തകർ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം സുഭാഷ് ആണ് എന്നാണ് വക്കം കമ്മീഷൻ നേരത്തെ കണ്ടെത്തിയത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവിയെക്കുറിച്ച് പഠിച്ച വക്കം കമ്മീഷൻ വൈപ്പിനിലെ സ്ഥാനാർത്ഥിയായിരുന്ന അജയ് തറയിലിന്റെ തോൽവിയുടെ പ്രധാന കാരണക്കാരനായി കണ്ടത് KR സുഭാഷിനെയായിരുന്നു. സുഭാഷിന്റെ ഭാര്യയും KPCC ജനറൽ സെക്രട്ടറിയും മഹിളാ കോൺഗ്രസ് നേതാവുമായ ലതിക സുഭാഷിനു വേണ്ടി അന്ന് മലമ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെടുമ്പോഴും വൈപ്പിനിൽ സുഭാഷ് വോട്ടുമറിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുവെന്ന കമ്മീഷൻ കണ്ടെത്തി. സുഭാഷിനെതിരെ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ എതിർപ്പ് ശക്തമാണ്. ഇതിനെ മറികടന്നാണ് സുഭാഷിന് തന്നെ സീറ്റ് നൽകുന്നത്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട 20ഓളം മണ്ഡലം ഭാരവാഹികൾ KPCCക്കും AICCക്കും പരാതി നൽകിയിട്ടുണ്ട്. ഐ ഗ്രൂപ്പുകാരനും INTUC നേതാവുമായ KP ഹരിദാസ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് പരക്കെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ A ഗ്രൂപ്പും സോണിയാഗാന്ധിയോട് അടുപ്പമുള്ള MP ചേർന്ന ഹരിദാസിനെ വെട്ടിയൊതുക്കി. ഇത് മണ്ഡലത്തിൽ ഗ്രൂപ്പ് വൈര്യം ഒന്നുകൂടി ആളിക്കത്തിച്ചിട്ടുണ്ട്. അഭിപ്രായം ചോദിക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനുമാണ് കോൺഗ്രസിന്റെയും INTUC പ്രവർത്തകരുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി തിരക്കിലാണ് കോഴിക്കോട് ബേപ്പൂർ LDF സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയ. മണ്ഡലത്തിൽ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത മുഹമ്മദ് കോയ കോഴിക്കോട് മേയർ കൂടിയാണ്.
ആത്മവിശ്വാസത്തിന്റെ കുപ്പായമണിഞ്ഞാണ് മണ്ഡലത്തിൽ വീണ്ടും ഒരു മത്സരത്തിന് VKC തയ്യാറെടുക്കുന്നത്. തന്റെ മണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് മണ്ഡലത്തിൽ VKC. കോഴിക്കോടിന്റെ ജനപ്രിയ മേയർ തന്നെയാണ് CPIMന്റെ ബേപ്പൂരിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സ്വന്തം മണ്ഡലം കൂടിയായതുകൊണ്ടും VKCയെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇവിടുത്തുകാർക്കില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതുമുതൽ പ്രചാരണവുമായി VKC തിരക്കിലാണെങ്കിലും മേയർ പദവിയുണ്ടാക്കുന്ന തിരക്കുകൾ ചെറുതൊന്നുമല്ല. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പ്രചാരണം വൈകുന്നേരം വരെ നീളും. പിന്നീട് കുടുംബയോഗങ്ങളും മറ്റുമായി കടന്നുപോകും. തന്റെ മണ്ഡലത്തിൽ വൻ വരവേൽപ്പാണ് VKCക്ക് ലഭിക്കുന്നത്. ചുമരെഴുത്തുകളിലും മറ്റുമായി VKC മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നല്ല പരിചയമുള്ള സ്ഥലമാണ്. ഞാൻ മുമ്പോട് മത്സരിച്ചതാണ്. പല ഘട്ടങ്ങളിലായിട്ട് നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. അതിന് മുമ്പേ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ജില്ലാ കൗൺസിലിൽ മത്സരിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ ചെറുകുന്നരളം എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാ നിലക്കും എനിക്കിവിടെ നല്ല ഒരു വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ കുറവോ അതിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പല ഘട്ടങ്ങളിലായി നിയമസഭയിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ജില്ലാ കൌൺസിലിലേക്കും പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെയായി മത്സരിച്ച് വിജയിച്ച ഇടം. അതുകൊണ്ട് ഏറെ പ്രതീക്ഷയിലാണ് മണ്ഡലത്തിൽ VKC മുഹമ്മദ് കോയ. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും ബേപ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇതുവരെ ഉയർത്തിക്കാണിക്കാൻ സാധിക്കാത്തതും VKCയുടെ വിജയ സാധ്യത കൂട്ടുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം നല്ല മനുഷ്യന്റെ കുപ്പായമണിഞ്ഞ VKC മുഹമ്മദ് കോയ എന്ന നാട്ടുകാരുടെ VKC അവിടുത്തുകാർക്ക് പ്രിയപ്പെട്ടവനാകുന്നത് തന്റെ പ്രവർത്തന മണ്ഡലത്തിലെ മികവുകൾ കൂടിക്കൊണ്ടാണ്. മേഘമാധവൻ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നതാണ് ഓരോ മുന്നണിയും ചിന്തിക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട മണ്ഡലത്തിലെത്തിയാൽ വ്യത്യസ്തമായ ചുവരെഴുത്തുകളാണ് ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുക. LDF സ്ഥാനാർത്ഥി IB സതീഷിനെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ സുപരിചിതനാക്കുകയാണ് ഈ ചുവരെഴുത്തുകൾ. ചുവരെഴുത്തുകൾ എന്നും തെരഞ്ഞെടുപ്പിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ചുവരെഴുത്തുകൾ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നതിനുള്ള മറുപടിയാണ് കാട്ടാക്കട മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി IB സതീഷിന്റെ ചുവരെഴുത്തുകൾ പറയുന്നത്. എന്തായാലും പേരിനൊപ്പം സ്ഥാനാർത്ഥിയുടെ പടം കൂടിയായപ്പോൾ കാര്യം ഉഷാറായി അല്ലേ? ഇത് തെരഞ്ഞെടുപ്പ് ദിനത്തിലാകും കൂടുതൽ പ്രയോജനം ചെയ്യുക. എങ്ങനെയെന്നല്ലേ അതിനുള്ള മറുപടി വ്യത്യസ്ത ചുവരെഴുത്തിന്റെ സൃഷ്ടാവ് ബൈജു തന്നെ പറയും. കാരണം ഇപ്പോൾ ഒരു വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വോട്ടിംഗ് മെഷീനിൽ ഇപ്പം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഉണ്ടല്ലോ. അപ്പം അത് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ഈ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടെ നമുക്ക് ഇതിലുണ്ടായിരുന്നു. ആ രീതിയിലാണ് പിന്നെ നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയത്. കാര്യം ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇത് കാണുമ്പോൾ ഒരു ആകർഷണം, നമ്മൾ വരച്ചതാണോ എന്നുള്ള രീതിയിൽ വന്ന് നമ്മൾ അടുത്തുനിന്നൊക്കെ തൊട്ടൊക്കെ നോക്കാറുണ്ട്. ഇല്ല, നമ്മൾ ഫ്ലെക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാട്ടാക്കട മണ്ഡലത്തിലുടനീളം സ്ഥാനാർത്ഥി IB സതീഷിന്റെ സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരും ചേർന്ന് ഇത്തരം ചുവരെഴുത്തുകൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇത്തരം ചുവരെഴുത്തുകളിലൂടെ മണ്ഡലത്തിൽ നേരത്തെ പ്രചരണം ആരംഭിച്ച LDF സ്ഥാനാർത്ഥി IB സതീഷ് മണ്ഡലത്തിൽ കൂടുതൽ സുപരിചിതനാവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നതിനുള്ള മറുപടി കൂടിയാണ് ഈ ചുവരെഴുത്തുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ വോട്ടറുടെ മനസ്സിൽ കൂടുതൽ ദൃഢമാക്കുകയാണ് ഇത്തരം ചുവരെഴുത്തുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു പ്രചരണ രീതിയും ഇത് ആദ്യമാണ്. കാട്ടാക്കട മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം S. ഷീജ. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള ഒന്നാംഘട്ട വോട്ടെടുപ്പ് ഇന്ന് 18 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മാവോയിസ്റ്റുകൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിനാൽ കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുക. M. സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി. സന്തോഷ്, 6 ഘട്ടങ്ങളായി നടക്കുന്ന പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമാണ് ഇന്ന്. വിവരങ്ങൾ. പുരളിയ ജില്ലയിലെ 9 മണ്ഡലങ്ങൾ അരുൺ, പശ്ചിമ ബംഗാളിൽ 6 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഒന്നാം ഘട്ടം തന്നെ രണ്ട് സമയത്ത് ആയി വോട്ടെടുപ്പ് നടക്കുന്നു. അതിൽ ഇന്ന് ആദ്യപാദ വോട്ടെടുപ്പാണ്. ഇന്ന് 18 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ 18 നിയോജക മണ്ഡലങ്ങളും പ്രത്യേകിച്ചും വനമേഖല ഉൾപ്പെട്ട ഗോത്ര വിഭാഗങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന മേഖലകളിലാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ തന്നെ 13 നിയമസഭാ മണ്ഡലങ്ങൾ മാവോയിസ്റ്റുകൾക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. 13 മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ 18 മണ്ഡലങ്ങളെ മാത്രമാണ് സുരക്ഷാ ഭീഷണി മുൻനിർത്തിക്കൊണ്ട് 18 മണ്ഡലങ്ങളിൽ മാത്രമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. പൊതുവെ മന്ദഗതിയിലുള്ള പോളിംഗ് ആണ് ഈ ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇതിൽ 13 മണ്ഡലങ്ങളിൽ മാവോയിസ്റ്റ് സ്വാധീനമുള്ള 13 മണ്ഡലങ്ങളിൽ വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് പോളിംഗ്. മറ്റുള്ള മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ 6 മണി വരെ പോളിംഗ് നടക്കും. 2 മണിക്കൂർ മുമ്പേ 13 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് അവസാനിക്കുകയും ചെയ്യും. ഇതിൽ തന്നെ പുരളി
പുരുളിയ ജില്ലയിലെ 9 മണ്ഡലങ്ങൾ, ബാങ്കുറ ജില്ലയിലെ 3 മണ്ഡലങ്ങൾ, പശ്ചിമ മേദിനിപൂരിലെ 6 മണ്ഡലങ്ങൾ, ഇങ്ങനെയാണ് 18 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമായും മത്സരം, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന മത്സരം തൃണമൂൽ കോൺഗ്രസ് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷവും തമ്മിലാണ് ശക്തമായ മത്സരം നിലനിൽക്കുന്നത്. ഇതിൽ 13 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളുണ്ട്. 5 മണ്ഡലങ്ങളിൽ മതേതര ജനാധിപത്യ സഖ്യങ്ങളെ, മതേതര ജനാധിപത്യ പാർട്ടികളെ ഇടതുമുന്നണി പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഇന്ന് ജനവിധി തേടുന്നവരിൽ ഏറ്റവും പ്രമുഖരായ സ്ഥാനാർത്ഥികൾ, ഒന്ന് പശ്ചിമ ബംഗാൾ ഗോത്രക്ഷേമ വകുപ്പ് മന്ത്രി സുകുമാർ ഹൻസ്തെ, തൃണമൂൽ നേതാവായ സുകുമാർ ഹൻസ്തെ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPIMന്റെ മുൻ MP ആയ പുലിൻ ബിഹാരി ബസ്കെയാണ് മറ്റൊരു ജനവിധി തേടുന്ന പ്രമുഖർ. ഏതായാലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. മനു, ഞങ്ങളുടെ പ്രതിനിധി M. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ നിന്ന് ബംഗാളും അസ്സാമും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. 6 ഘട്ടങ്ങളായാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് നിലവിൽ നടക്കുക. അതിൻ്റെ 1ാം ഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. പശ്ചിമബംഗാളിലും അസമിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അസമിലെ 65 മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിലെ 18 മണ്ഡലങ്ങളിലുമാണ് ഇന്ന് ജനം വിധി എഴുതുക. 540ഓളം സ്ഥാനാർത്ഥികളാണ് പോരിന് ഇറങ്ങുന്നത്. തിങ്കളാഴ്ച ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കനത്ത പോലീസ് കാവൽ ഒപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ചില മണ്ഡലങ്ങൾ കൂടി നിലവിൽ ഉണ്ട് എന്നതാണ് വസ്തുത. 126 മണ്ഡലങ്ങളുള്ള അസമിൽ അടുത്ത ഘട്ടം നടക്കുന്നത് ഏപ്രിൽ 11-നാണ്. 294 നിയമസഭാ മണ്ഡലങ്ങളുള്ള പശ്ചിമബംഗാളിൽ 6 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ്. 11-ാം തീയതിയാണ് 2ാം ഘട്ടം. മെയ് 5-നാണ് അവസാന ഘട്ടം. അസമിലും ബംഗാളിലും മെയ് 19-നാണ് വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യുക. അസമിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 65 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. മുഖ്യമന്ത്രി തരുൺ ഗൊഗോയും BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സർബാനന്ദ സോനോവാളും ഇന്ന് ജനവിധി തേടും. ഞങ്ങളുടെ പ്രതിനിധി മനുശങ്കർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. മനു, 126 മണ്ഡലങ്ങൾ ആണ് അസമിൽ ഉള്ളത്. 1ാം ഘട്ട വോട്ടെടുപ്പ് ഇന്നാണ്. വിവരങ്ങൾ. മനുശങ്കർ ദില്ലിയിൽ മനു, 126 മണ്ഡലങ്ങൾ ആണ് അസമിലുള്ളത്. 1ാം ഘട്ട വോട്ടെടുപ്പ് എന്നാണ്. കോൺഗ്രസും BJPയും ഒരുപോലെ വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന അസമിൽ 65 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 126 മണ്ഡലങ്ങളിലേക്ക് 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ന് 43 വനിതാ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 596 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇതിൽ അഭിപ്രായ സർവേയിലടക്കം BJP ഒപ്പം അസം ഗണ പരിഷത്ത്, ബോഡോ പീപ്പിൾസ് ഫ്രണ്ട് സഖ്യത്തിനാണ് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നതെങ്കിൽ പോലും കോൺഗ്രസും വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയാണ് വച്ചു പുലർത്തുന്നത്. ഇതിൽ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയും ഒപ്പം BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും കേന്ദ്ര കായിക മന്ത്രിയുമായ സർബാനന്ദ സോനോവാളും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. ഇരുവരും ഇന്ന് ജനവിധി തേടുകയാണ്. സർബാനന്ദ സോനോവാൾ മജൂലി മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. എന്തായാലും മുസ്ലിം വിഭാഗങ്ങൾക്കും ഒപ്പം ബംഗ്ലാദേശി അഭയാർത്ഥികളോടും BJP പുലർത്തുന്ന വിരോധ ആഭാസങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസിന് വിജയം ലഭിക്കുമെന്നാണ് തരുൺ ഗൊഗോയി ഇന്ന് രാവിലെ മാധ്യമങ്ങൾ മുമ്പാകെ വ്യക്തമാക്കിയത്. എന്തായാലും വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. മന്ദ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് തിരക്ക് തന്നെയാണ് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. 12,192 ബൂത്തുകളിലായാണ് ഇന്ന് വോട്ടിംഗ് നടക്കുന്നത്. മാവോവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ചില ബൂത്തുകളിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 4 മണിക്ക് തന്നെ വോട്ടിംഗ് അവസാനിക്കും. നിലവിൽ BJPക്ക് വലിയ രീതിയിലുള്ള ഒരു വിജയപ്രതീക്ഷ കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസും വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയാണ് വച്ചു പുലർത്തുന്നത്. 2 ആഴ്ചയിലിടയിൽ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രചരണമായിരുന്നു അസമിൽ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം അമിത്ഷാ, സ്മൃതി ഇറാനി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ 2 ആഴ്ചയോളം മണ്ഡലത്തിൽ സജീവമായിരുന്നു. നിലവിൽ ഇരു വിഭാഗങ്ങളുടെയും വലിയ രീതിയിലുള്ള ഒരു അഭിമാന പോരാട്ടമായാണ് അസമിൽ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്. എന്തായാലും കോൺഗ്രസും BJPയും വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയാണ് വച്ചു പുലർത്തുകയും ചെയ്യുന്നത്. അരുൺ, മനുശങ്കരൻ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.